ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമാ. സ്നേഹമുള്ള സഹോദരിമാരെ, അള്ളാഹുവിന്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാ നമ്മൾ എല്ലാ ആഴ്ചയിലും ശനിയല്ലെങ്കിൽ ഞായർ ദിവസങ്ങളിൽ ഹിമായയുടെ കീഴിൽ നമ്മൾ സംഘടിപ്പിക്കുന്ന ഹിമായ ദർസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു ഒരു സ്വാലിഹായ കർമ്മമായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മനസ്സിന് സഹോദരിമാർ എന്ന നിലക്ക് സമാധാനം ലഭിക്കുന്ന, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന, നമുക്കൊരുപാട് തിരിച്ചറിവുകൾ പകർന്നു നൽകുന്ന, നമ്മുടെ വിശ്വാസത്തിലും കർമ്മങ്ങളിലുമൊക്കെ നമ്മുടെ നെഗറ്റീവ് ചിന്തകളിലടക്കം മാറ്റങ്ങൾ വരുത്തേണ്ടുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ക്ലാസ്സുകളിലൊക്കെ ഇൻഷാ അല്ലാഹ് കടന്നു വരിക. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും അള്ളാഹു നമുക്ക് തീർത്തു തരുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം ഈ നന്മയുടെ മജ്ലിസിൽ പങ്കെടുത്തത് നിമിത്തം റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പുതിയ വർഷത്തിലേക്ക്, പുതിയ വർഷം എന്ന് പറയുമ്പോൾ ഹിജറ പുതിയ വർഷത്തിലേക്ക്, അറബി കലണ്ടർ അനുസരിച്ചുള്ള പുതിയ വർഷത്തിലേക്ക് അൽഹംദുലില്ലാ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അതിന്റെ ഒന്നാമത്തെ മാസത്തിലാണുള്ളത്. ഇത് ഏതാണ് വർഷം? ഹിജറ ഏതാണ് വർഷം? ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ഹിജറ എത്രാമത്തെ വർഷത്തിലാണ് നമ്മളുള്ളത്? എത്ര ആളുകൾ ടൈപ്പ് ചെയ്യണ്ടേ നോക്കട്ടെ. ജസീറ മാം ടൈപ്പ് ചെയ്യണ്ട്. 1448. ജമീല മാം, പത്തുമോൾ, ഗുഡ് ഗുഡ്, മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. ഓക്കെ, 1448 വർഷത്തിലേക്കാണ് അൽഹംദുലില്ലാ നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹിജറ പോയിട്ട് 1448 വർഷമായി എന്നർത്ഥം. ഓക്കെ, നമ്മൾ ഈ ഒരു പുതുവർഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഹിജറ വർഷത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില ചിന്തകളിലേക്ക്, ഓർമ്മപ്പെടുത്തലുകളിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇന്നത്തെ ദർസ് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ഹിജറ എന്നുള്ളത്. ഹിജറ വർഷമാണല്ലോ, ഹിജറയെ കൂടി നമ്മൾ ഓർക്കുന്ന സമയമാണ്. അപ്പൊ ഹിജറ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ഹിജറ, അത് യഥാർത്ഥത്തിൽ ഈമാനിന്റെ അടയാളമാണ്. ശരിക്ക് നമ്മളൊക്കെ മനസ്സിലേക്ക് ജസ്റ്റ് ഒരു കഥ കേട്ടു പോകുന്നതിനപ്പുറത്ത്, ജസ്റ്റ് ഒരു ചരിത്രം കേട്ടു പോകുന്നതിനപ്പുറത്ത്, അത് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളതൊരു ആ ഒരു പശ്ചാത്തലത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന അവസ്ഥ. എന്തിനു വേണ്ടി? അവരുടെ പണം അപഹരിച്ചിട്ടുണ്ടോ? ഇല്ല. അവരെ എന്തെങ്കിലും നിലക്ക് ഉപദ്രവിച്ചിട്ടുണ്ടോ? ഇല്ല. അവരുടെ കുടുംബത്തെ ആക്രമിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു നിലക്കും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോ സഹാബത്തോ ഒരു പ്രയാസവും ആ സമൂഹത്തിന്, ആ നാട്ടിലുള്ളവർക്ക് വരുത്തി വെച്ചിട്ടില്ല. പിന്നെ ഒരൊറ്റ വിഷയം, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ,
റഹ്മാനായ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ലാത്തയെ, ഉസ്സയെ, മനാത്തയെ, ഇബ്രാഹിം അലഹിസ്സലാത്തു വസ്സലാമയെ, ഇസ്മായിൽ അലഹിസ്സലാത്തു വസ്സലാം ഇവരൊന്നും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ വാചകം യാ ഖൗമി അബ്ദുല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ അള്ളാനെ ആരാധിക്കുക. മലക്കും മിൻ ഇലാഹിൻ ഗൈറു, ആ റബ്ബല്ലാതെ നിങ്ങൾക്ക് ആരാണടോ ഇലാഹായിട്ടുള്ളവൻ. ഇതാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കടന്നു വന്ന പ്രവാചക പ്രഭുക്കളെല്ലാം സമൂഹത്തോട് പറഞ്ഞത് ഇതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞതിന്റെ പേരിലാണ് സ്വന്തം നാട്ടിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങൾ ഏറ്റുവാങ്ങി അവസാനം മക്കയുടെ മണ്ണിൽ നിന്ന് മദീനയുടെ മണ്ണിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും യാത്ര പോകുന്ന രംഗം, പിന്നീട് സഹാബികൾ മുഹാജിറുകൾ കടന്നുപോയ രംഗം, അവരെ മദീനയിൽ വെച്ച് അൻസാറുകൾ സ്വീകരിച്ച രംഗം ഒരുപാട് വിശദീകരിക്കേണ്ട ഭാഗങ്ങളാണ്. ഞാൻ പറയുന്ന ഒരൊറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി എന്ത് ത്യജിക്കാനും ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വീടാണെങ്കിലും, ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട കുടുംബമാണെങ്കിലും, ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമ്പത്താണെങ്കിലും, സുഹൈബ് റൂമിയൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹത്തെ തടഞ്ഞുവെന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞു, സുഹൈബ്, താങ്കൾക്ക് പോകാം, പ്രശ്നമില്ല, പക്ഷേ താങ്കൾ ഉണ്ടാക്കിയ സമ്പത്ത് ഈ മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയ സമ്പത്താണ്, അതുകൊണ്ട് അത് താങ്കൾക്ക് കൊണ്ടുപോകാൻ പറ്റൂല, അത് ഞങ്ങൾ അനുവദിക്കൂല. ആ സമയത്ത് മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ വാചകം, ഈ സമ്പത്ത് തന്ന നിങ്ങൾ എന്നെ വിടുവോ? ആ സമ്പത്ത് തന്ന വിടും എങ്കിൽ അതെനിക്ക് വേണ്ട, നിങ്ങൾ എടുത്തോളി. അദ്ദേഹം പോകണം. അദ്ദേഹം മദീനയിലെത്തുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സുഹൈബ് റൂമി എത്ര നല്ല കച്ചവട ചെയ്തിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ കച്ചവടം ലാഭകരമാണ്. സുബ്ഹാനല്ലാഹ്. അഥവാ എല്ലാം ഇടുക, എല്ലാം ഒഴിവാക്കുക. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു പുതിയ ഹിജ്റ വർഷം നമ്മിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ 1-ാമത്തെ മാസത്തിൽ നമ്മൾ നിൽക്കുമ്പോ നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കണം, പടച്ചോനെ, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് മറ്റെന്തിനേക്കാളും ഞാൻ എന്താ മുൻഗണന നൽകിയിട്ടുള്ളത്? അവരൊക്കെ ഒരുപാട് ത്യജിച്ചിട്ടുണ്ട്. നമ്മുടെ മുൻഗാമികൾ അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടി, അള്ളാന്റെ തൃപ്തി കിട്ടാൻ വേണ്ടി അവരൊരുപാട് ക്ഷമിച്ചിട്ടുണ്ട്. അവരൊരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അവർക്ക് പറയാൻ പ്രയാസങ്ങളുടെ, ബുദ്ധിമുട്ടുകളുടെ ചരിത്രങ്ങളുണ്ട്. അതേ ദിവസം അവരെ വിചാരണക്കെടുക്കുന്ന അതേ ദിവസം നമ്മളെ വിചാരണക്കെടുക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് എന്തായിരിക്കും മറുപടി പറയേണ്ടാകുക? അതാണ് ഹിജ്റ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് അൽഹംദുലില്ലാ ഹിജ്റ പോകേണ്ട ഒരു സാഹചര്യം നമുക്കില്ല. നിങ്ങൾ ആലോചിച്ചോ കാണി, നമുക്ക് അങ്ങനെ പ്രയാസം ഉണ്ടോ? നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് സുജൂദ് ചെയ്യാം, നിസ്കരിക്കാം. നമ്മുടെ നാട്ടിൽ എത്ര പള്ളികളാ ഉള്ളത്? മുസ്ലിമീങ്ങളായ ആളുകൾ പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കുലി, അത് ബാങ്ക് കേൾക്കണ്, എല്ലാവരും കേൾക്കണ്. മുസ്ലിമീങ്ങളായ ആളുകളടക്കം കേൾക്കുന്നു, പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു, ജുമഅക്ക് കൂടുന്നു, പെരുന്നാളിന് കൂടുന്നു, ബലികർമ്മം നടത്തുന്നു. അതൊക്കെ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു പ്രതിസന്ധിയുമില്ലാതെ നമ്മളൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
ഈ ദീനിന്റെ പ്രബോധനം വരെ നമ്മുടെ നാട്ടിൽ, അല്ലെ? ഏത് മതക്കാരെയും ഇസ്ലാമിന്റെ നന്മയിലേക്ക് ക്ഷണിക്കാനുള്ള തൗഫീഖുള്ള ഒരു നാട്. നമ്മുടെ ഇഷ്ടമുള്ള, ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ അതിൽ വിശ്വസിക്കാനും അതിലേക്ക് ക്ഷണിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു മണ്ണ്. ആലോചിച്ചോക്കാൻ അള്ളാഹ് നമുക്കൊക്കെ നൽകിയ നിഅമത്ത് എത്രയാണ്, അള്ളാഹു നമ്മളോട് കാണിച്ച കാരുണ്യം എത്രയാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഹിജ്റ പോകേണ്ട സംഗതിയില്ല. പക്ഷേ നമുക്ക് ഹിജ്റ പോകണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഹിജ്റ അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. ഇത് ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റും, ഓരോ സെക്കൻഡും നമ്മൾ നിർവഹിക്കേണ്ട ഹിജ്റയാണ്. വൽ മുഹാജിർ, ഹിജ്റ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ ആരാ? മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ചത്, അല്ലാഹ് വിരോധിച്ചത്, അല്ലാഹ് ഹറാമാക്കിയത്, അതിൽ നിന്നാണ് നമ്മൾ ഹിജ്റ പോകേണ്ടത്. അതാണ് നമ്മൾ കൈയൊഴിയേണ്ടത്. ആ തിന്മകളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. ആ തിന്മകളിൽ നിന്ന് അള്ളാഹുവിന്റെ ഇഷ്ടത്തിലേക്ക്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്കാണ് നമ്മൾ ഹിജ്റ പോകേണ്ടത്. ഈ ഹിജ്റ എല്ലാവർക്കും ഉണ്ട്. ഈ ഹിജ്റ എല്ലാവർക്കും ഉണ്ട്. ഏത് മണ്ണിൽ ജീവിക്കേണ്ടി വന്നാലും ഈ ഹിജ്റയിലൂടെയാണ് നമ്മൾ കടന്നു പോകുക. ഈ മുഹാജിറുകളായി നമ്മൾ മാറണം. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മുടെ സംസാരത്തിൽ ഈ ഹിജ്റ വരുന്നുണ്ടോ? നമ്മുടെ കാഴ്ചയിൽ, നമ്മുടെ കേൾവിയിൽ, നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ, നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട, ഇണയുമായി ബന്ധപ്പെട്ട, കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട, അയൽവാസികളുമായി ബന്ധപ്പെട്ട, കൂട്ടുകാരികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഈ ഹിജ്റ കടന്നു വരുന്നുണ്ടോ? അവിടങ്ങളിലൊക്കെ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതാണ് നമ്മൾ നിർവഹിക്കേണ്ട ഹിജ്റ. ഇതാണ് ഹിജ്റയുടെ ഈ പുതുവർഷം തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചിന്ത. ഓക്കെ, ഒന്ന് ക്ലിയർ ആണെങ്കിൽ 2 എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ മാഷാഅല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. രണ്ടാമത്തേത് ആത്മവിചാരണയും മുന്നൊരുക്കവുമാണ്. ഒരു വർഷം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ശരിക്കും ആലോചിക്കണം. പടച്ചോനെ, എന്റെ ജീവിതത്തിൽ ഒരു വർഷം ഇവിടെ കൊഴിഞ്ഞു പോകുകയാണല്ലോ, എന്നിൽ നിന്ന് അകന്നു പോയിരിക്കുകയാണല്ലോ, ഞാൻ ദുനിയാവിനോട് അകലുകയും എന്റെ ഖബറിലോട് അടുക്കുകയും ചെയ്തിരിക്കുകയാണല്ലോ. ഇതൊരു വർഷം കഴിയുമ്പോൾ മാത്രമല്ല, ഒരു ദിവസം കഴിയുമ്പോൾ വരെ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും, അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സങ്കടമുണ്ടായിരുന്നത് സൂര്യൻ അസ്തമിക്കുമ്പോഴാണ്. അദ്ദേഹം അതിന് കാരണം പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ ആദ്യം എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വിഷമമുണ്ടാക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്ന സമയമാണ്. കാരണം എന്റെ ഖബറിലേക്കുള്ള, മരണത്തിലേക്കുള്ള ദൂരം കുറഞ്ഞു, പക്ഷേ എന്റെ അറിവോ അമലോ വർദ്ധിച്ചിട്ടില്ല. അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമുണ്ടാകുക. അവരൊക്കെ ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ ചെയ്ത ആളുകളാണ്. സഹാബിമാരുടെ കൂട്ടത്തിൽ പണ്ഡിതനാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു.
പക്ഷെ ഒരുപാട് ചെയ്തിട്ടും ചെയ്തിട്ടില്ല എന്ന മാനസിക അവസ്ഥയിൽ ജീവിച്ച ആളുകൾ. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, പഠിച്ചോനെ എനിക്കിപ്പോ എത്ര വയസ്സായി, ഇന്ന് എനിക്ക് എത്ര വയസ്സായി. നമ്മൾ ആലോചിക്കുക, നമ്മുടെ വയസ്സ് കൂടുന്നത് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നില്ല. നമ്മുടെ ആയുസ് കൊഴിഞ്ഞു പോകുന്നത് നമ്മുടെ മനസ്സിലേക്ക് പിശാച് കൊണ്ടുവരുന്നില്ല. ആ ശ്രദ്ധയിൽ നിന്ന് മാറി നമ്മളെ ഒന്ന് വിചാരണിക്കാം, പഠിച്ചോനെ ഒരു വർഷം കൂടി കഴിഞ്ഞല്ലോ, ഇതാ മുഹറം വന്നു റബ്ബേ, പുതിയ വർഷത്തിലേക്ക് കടന്നു. ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട ഒരുപാട് ഭാഗങ്ങളുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് പാപങ്ങളുണ്ട്, തിന്മകളുണ്ട്, അബദ്ധങ്ങളുണ്ട്. അല്ലാഹുവേ പുറത്തു തരണേ എന്ന് മനസ്സറിഞ്ഞുള്ള ഇസ്തിഗ്ഫാർ, എങ്ങനെയെങ്കിലും അല്ല, മനസ്സറിഞ്ഞുള്ള ഇസ്തിഗ്ഫാർ, ഒരു മാറ്റം, ഒരു പുനർവിചിന്തനം, അത് നിർബന്ധമാക്കുന്ന ഒരു ഇസ്തിഗ്ഫാർ, അതായിരിക്കും ശരിക്കും പുതിയ വർഷത്തിൽ വരേണ്ടത്. കേവലം ഒരു 4 ദിവസം, ഒരു 5 ദിവസം അങ്ങനെയല്ല. ഒരുപക്ഷെ ഈ ഒരു ഹിജ്റ വർഷം പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുമോ? നമുക്ക് അറിയില്ല. ശരിക്കും ആലോചിച്ചോളി, നമുക്ക് അറിയില്ല. ഈ ഒരു പുതിയ ഹിജ്റ വർഷം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുമോ? നമുക്കറിയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ബേജാർ, ഒരു പേടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. മാറാനുള്ള അവസരങ്ങൾ ഇനി നമുക്ക് കിട്ടിക്കൊണമെന്നില്ല. ശരിക്കും ഓരോ പുതുവർഷങ്ങൾ കടന്നു വരുന്നതും മാറ്റത്തിന്റെ ചിന്തകൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേറിയത്, ഇന്നത്തെ ക്ലാസ്സിൽ എന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് റഹ്മാനായ റബ്ബാണ്. അവന്റെ തീരുമാനം കൊണ്ടാണ്. ഇതെനിക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇത് ഈ ക്ലാസ് കേൾക്കുന്ന ഓരോ സഹോദരിമാർക്കുമുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇതാ ജീവിതം കഴിഞ്ഞു പോകാണ്, ജീവിതം അവസാനിക്കുകയാണ്. എന്റെ നാട്ടിൽ ഒരു സഹോദരി മിനിഞ്ഞാന്ന് മരണപ്പെട്ടു. 40 വയസ്സ് പ്രായമില്ല, 40-ൽ താഴെ വയസ്സ് പ്രായമുള്ള സഹോദരി. പറയത്തക്ക അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ രോഗം വന്നു, പനി വന്നു, ന്യൂമോണിയ വന്നു, അത് ശ്വാസകോശത്തിലേക്ക് കടന്നു. പിന്നെ നമ്മൾ കേൾക്കുന്നത് വെന്റിലേറ്ററിലായി, അതുപോലെ തന്നെ മരണപ്പെട്ടു എന്നാണ്. അല്ലാഹു മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര മരണവാർത്തകൾ! ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെയുള്ള മരണവാർത്തകൾ. പ്രിയപ്പെട്ട സഹോദരിമാർ, ഇതൊക്കെ നമുക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. പക്ഷെ നമ്മൾ എത്രത്തോളം നമ്മുടെ മനസ്സിലേക്ക് എടുക്കുന്നുണ്ട്? ഈ പുതിയ ഹിജ്റ വർഷവും നമ്മളെ അള്ളാഹു ഓർമ്മപ്പെടുത്താൻ, എന്താ കഴിഞ്ഞിട്ടോ, ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, നിന്റെ ജീവിതത്തിലെ ഒരു വിലപ്പെട്ട വർഷം അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. നീ എന്താ ചെയ്തത്? നീ ഒന്ന് തിരിഞ്ഞു നോക്ക്. നിന്റെ ജീവിതത്തിന്റെ ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്ക്. അള്ളാഹ് നമ്മോട് ചോദിക്കണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളെ വിചാരണക്കെടുക്കണം. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയണം. നമ്മുടെ കണ്ണിൽ നമ്മൾ ഉഷാറാണ്. മറ്റുള്ളവർക്കും ഇല്ലാത്ത കുറ്റങ്ങളില്ല, കുറവുകളില്ല. മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും അന്വേഷിച്ച് അതിന്റെ പിന്നാലെ പോയി പിശാച് നമ്മളെ പ്രലോഭിപ്പിച്ച് നമ്മളെ വഞ്ചനയിലാക്കിയിരിക്കുകയാണ്. അല്ലാഹു കാക്കട്ടെ. മുൻഗാമികളൊക്കെ സ്വന്തം കുറ്റവും കുറവും നോക്കി മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കാൻ മറന്നുപോയവരാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇനിയെങ്കിലും നമ്മുടെ ഫോക്കസ്, നമ്മൾ പിടിക്കുന്ന ലെൻസ് നമ്മൾ തിരിച്ചു വെക്കേണ്ടത് നമുക്ക് നേരെയാകണം. നമ്മുടെ കുറ്റങ്ങളിലേക്കാകണം, നമ്മുടെ കുറവുകളിലേക്കാകണം, നമ്മൾ ഇനി മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങളിലേക്കാകണം. നമ്മുടെ നിസ്കാരത്തെക്കുറിച്ച്, നമ്മുടെ ഇബാദത്തുകളെ കുറിച്ച്,
നമ്മുടെ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തെക്കുറിച്ച്, നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച്, നമ്മുടെ ഇടപെടലിനെ കുറിച്ച്, പഠിച്ചോനെ ഇവിടെയൊക്കെ കുറച്ച് പോരായ്മകൾ ഉണ്ടല്ലോ, ഇതൊക്കെ ഇനി ഒന്നും കൂടി റെഡിയാക്കണല്ലോ. അതാകണം നമ്മുടെ തീരുമാനം, അതാകണം നമ്മുടെ പരിശ്രമം. നിങ്ങൾ മറ്റുള്ളവരെ വിടിയും, നമ്മുടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് നമ്മളിലേക്ക് കൊണ്ടുവരും. അതിന് വേറെ ആരും വരൂല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അള്ളാന്റെ പ്രഖ്യാപനമാണ്. അള്ളാഹു ഒരു ജനവിഭാഗത്തെ വന്ന് നന്നാക്കൂല, അവർ സ്വയം നന്നാകണമെന്ന് തീരുമാനിക്കുന്നത് വരെ. നമ്മൾ മാറണം. പഠിച്ച അവസരങ്ങൾ തരും. അള്ളാഹു ചിന്തിക്കാനും ആലോചിക്കാനുമുള്ള അവസരങ്ങൾ നൽകും. അത് പരീക്ഷണങ്ങളായിരിക്കാം. നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് പറഞ്ഞയച്ചിട്ടാകാം. അല്ലെങ്കിൽ ഇതുപോലെ പുതിയ പുതിയ വർഷങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോ അങ്ങനെ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടാകും. ഒരു ഹിജ്റ വർഷം കൂടി കഴിഞ്ഞു പോയിട്ടുണ്ട്. എങ്ങനെയാകാം? ഉറ്റവരുടെ ഉടയവരുടെ മരണാകാം, മാറാരോഗം നമുക്ക് തന്നിട്ടാകാം, നമ്മുടെ വേണ്ടപ്പർക്ക് തന്നതായിരിക്കും, അല്ലെങ്കിൽ കടം സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടായിരിക്കും, ജോലി നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരിക്കും, എന്തുവാകാം. അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലെ നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കൊണ്ടാകാം. ഇവിടെയൊക്കെ നമ്മളെ പരീക്ഷിക്കുകയാണ്, നമ്മളെ റെഡിയാക്കുകയാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ തഖ്വയുള്ളവരാകണം, നിങ്ങൾ അല്ലാഹനെ ഭയപ്പെട്ട് ജീവിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് നിങ്ങൾ എന്താ ഉണ്ടാക്കിയത് നിങ്ങൾ ആലോചിക്കണം. ദുനിയാവിനെ കുറിച്ചല്ല, നാളെ പരലോകത്ത്. ഇന്ന് മരണപ്പെട്ടാൽ, ഖബറിലെത്തിയാൽ, നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമ്പോ അന്ന് നിങ്ങൾക്ക് അള്ളാന്റെ മുമ്പിൽ വെക്കാനുള്ള കർമ്മങ്ങൾ എന്താ ഉള്ളത്? അവിടെ നിങ്ങളുടെ വിശ്വാസം ഓക്കെയാണോ? നിങ്ങളുടെ ഈമാൻ ഓക്കെയാണോ? നിങ്ങളുടെ നിസ്കാരം ഓക്കെയാണോ? നിങ്ങൾ വിശുദ്ധ ഖുർആൻ എത്രത്തോളം പാരായണം ചെയ്തിട്ടുണ്ട്? എത്രത്തോളം അത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? എത്രത്തോളം അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട്? എത്രത്തോളം ദീനിന്റെ അടിസ്ഥാന പാഠങ്ങൾ നിങ്ങൾ പഠിക്കാൻ തയ്യാറായിട്ടുണ്ട്? എത്രത്തോളം നിങ്ങളുടെ ഇടപെടലുകളിൽ നിങ്ങളുടെ പെരുമാറ്റങ്ങൾ ഇസ്ലാമികമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം. വേറെ ആരും വന്ന് നോക്കൂല. നമ്മുടെ ഈമാൻ, നമ്മുടെ ഇബാദത്ത്, നമ്മുടെ ഇടപെടൽ, നമ്മുടെ കർമ്മങ്ങൾ, ആ കർമ്മങ്ങളുടെ പാഠത്തിൽ പഠിച്ചവനെ എന്തൊക്കെ ബാക്കിയുണ്ട്, ഞാൻ ചെയ്തത് തന്നെ പല കർമ്മങ്ങളും ഞാൻ തന്നെ എന്റെ കർമ്മങ്ങളിലൂടെ പൊളിച്ചു കളഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഗീബത്ത് പറഞ്ഞതിലൂടെ, നമീമത്ത് പറഞ്ഞതിലൂടെ പലർക്കും ഇതിൽ ഞാൻ പലതും ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ഭയപ്പെടണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, അല്ലാഹ് അറിയുന്നുണ്ട്, ഒക്കെ റബ്ബ് അറിയുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് മഹാനായ യസീദ് അർ-റഖാശി റഹ്മത്തുള്ളാഹി അലൈഹി, താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്ന വല്ലാത്തൊരു വാചകമുണ്ട്. അദ്ദേഹം സ്വന്തത്തോട് പറയാണ്, വൈഹക യാ യസീദ്, യസീദേ നിനക്ക് നാശം. സ്വന്തം പേര് വിളിച്ചിട്ട് അദ്ദേഹം സ്വന്തത്തിനോട് തന്നെ പറയും, യസീദേ നിനക്ക് നാശം. മൻ ദാ യുസല്ലി അൻക ബഅദൽ മൗത്ത്, യസീദേ നീ മരണപ്പെട്ടാൽ നിനക്ക് വേണ്ടി ആരടാ പിന്നെ നിസ്കരിക്കുക? മൻ ദാ യസൂമു അൻക ബഅദൽ മൗത്ത്, രാത്രിയുടെ അന്ത്യാമങ്ങളിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് അദ്ദേഹം ചോദിക്കണത്. മൻ ദാ യസൂമു അൻക ബഅദൽ മൗത്ത്, മരിച്ചതിന് ശേഷം നിനക്ക് വേണ്ടി നോമ്പെടുക്കാൻ ആരാളുള്ളത്? മൻ ദാ യതറല്ലാ റബ്ബക അൻക ബഅദൽ മൗത്ത്,
നിനക്ക് വേണ്ടി റഹ്മാനായ റബ്ബിന്റെ തൃപ്തി തേടാൻ നിന്റെ മരണത്തിന് ശേഷം ആരാളുള്ളത്? എന്നിട്ട് അദ്ദേഹം ജനങ്ങളോട് പറയണം, സുമ്മ യഖൂൽ അയ്യുഹന്നാസ്, ജനങ്ങളെ, അലാ തബ്കൂൻ, എടോ നിങ്ങൾ കരയുന്നില്ലേ? വതനുഹൂന അലാ അൻഫുസികും ബഖി ഹയാതികും, നിങ്ങളുടെ ശേഷിച്ച ജീവിതമല്ലേ, നിങ്ങൾക്ക് ആകെ മിച്ചമുള്ളത് കുറച്ച് ജീവിതമല്ലേ, ആ ജീവിതത്തെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ കരയണില്ലേ? പടച്ചോനെ, ഞങ്ങൾക്ക് ഇനി കുറച്ച് ജീവിതമുള്ളൂ, ആ ജീവിതത്തിൽ ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട്? കഴിഞ്ഞ ജീവിതത്തിൽ ചെയ്തു പോയതിന് എത്ര ഞങ്ങൾക്ക് തൗബ ചെയ്യാനുണ്ട്? എത്ര ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞ് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് പശ്ചാത്തപിച്ചു മടങ്ങാനുണ്ട്? എല്ലാവരോടുള്ള വീറും വാശിയും പകയും വിദ്വേഷവും മനസ്സിൽ നിന്ന് എടുത്തെറിഞ്ഞ് ഒരു സലീമായ, സമാധാനമുള്ള, ആരോടും വെറുപ്പില്ലാതെ, ആരോടും ദേഷ്യമില്ലാത്ത ഒരു ഹൃദയത്തിന്റെ ഉടമയാകാൻ ഈ കുറഞ്ഞ കാലഘട്ടം, ബാക്കിയുള്ള കുറഞ്ഞ ആയുസ്, അത് ഒരു ദിവസമാകാം, അത് 2 മണിക്കൂറാകാം, ഇത്ര ബാക്കിയുള്ള നമുക്കറിയില്ല, അല്ലെങ്കിൽ ഒരു മാസമാകാം, അല്ലെങ്കിൽ ഒരു വർഷമാകാം, അല്ലേ? ചിലപ്പോൾ ദർസിൽ തന്നെ പിന്നെ നമ്മൾ പറയും, കഴിഞ്ഞ ദർസിൽ പങ്കെടുത്ത സഹോദരിയായിരുന്നു, പക്ഷെ ഇപ്പോ നമ്മുടെ കൂടെയില്ല. അങ്ങനെ പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ എത്ര ആളുടെ പേര് വരും? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അൽ മൗതു താലിബു, എന്നിട്ട് അദ്ദേഹം ശേഷം ജനങ്ങളോട് പറയണം, ഇതാ മരണം ഇങ്ങനെ അന്വേഷിച്ച് നടക്കാണ്. വൽ ഖബ്റു ബൈതു, ഇനി അവന് കിടക്കാനുള്ളത് അവന്റെ വീട് എന്ന് പറയുന്നത് അവത് ഖബറാണ്. ഫത്തുറാബു ഫിറാശു, ഇനി അവന്റെ വിരിപ്പ് മണ്ണാണ്, മണ്ണിലാണ് അവന് കിടക്കാനുള്ളത്, ഖബറിലാണ് അവന് കിടക്കാനുള്ളത്. അതുപോലെ തന്നെ അവന്റെ കൂടെയുള്ളത് യഥാർത്ഥത്തിൽ വദ്ദൂദു അനീസു, അവന്റെ കൂടെ കിടക്കാനുള്ളത് പുഴുക്കളാണ്. വഹുവ മഅ ഹാദാ യൻതളിറു അൽ ഫസൽ അക്ബർ, ഇനി അവന് വലിയ ഫസൽ അക്ബർ അഥവാ ഖിയാമത്ത് നാൾ, ഈ ലോകം മൊത്തം അവസാനിക്കുന്നതും കാത്ത് ഖബറിൽ കിടക്കാനുള്ളതാണ്. നല്ല വ്യക്തിയാണെങ്കിൽ പറയും, റബ്ബി അജ്ജിൽ ഖിയാമസ, അല്ലാഹുവേ ഖിയാമത്ത് നാൾ വേഗം സംഭവിപ്പിക്കണേ. മോശപ്പെട്ട വ്യക്തിയാണെങ്കിൽ പറയും, അല്ലാഹുവേ സംഭവിപ്പിക്കരുത്, ഖിയാമത്ത് നാൾ ഒരിക്കലും സംഭവിപ്പിക്കരുത്. കൈഫ യകൂനു ഹാലു, എന്തായിരിക്കും ആ മനുഷ്യന്റെ അവസ്ഥ? എന്നിട്ട് അദ്ദേഹം കരയാണ്, എന്തായിരിക്കും മനുഷ്യൻ? പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത് ആരെ കുറിച്ചാ? നമ്മളെ കുറിച്ചാ. നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ട ഘട്ടങ്ങളെ കുറിച്ചിട്ടാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഈ ഹിജറ അതിനുള്ളതാണ്, ഈ ഹിജറയുടെ ഓർമ്മപ്പെടുത്തൽ അതിനുള്ളതാണ്. അതാണ് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കടിഞ്ഞുപോയ പാകപ്പിഴവുകളെല്ലാം തിരുത്തി എല്ലാ നിലക്കും ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരണം. നമ്മൾ കൂടെയുള്ളവരെ നോക്കണ്ട, നമ്മൾ നമ്മളെക്കാൾ ഈമാൻ കുറഞ്ഞവരിലേക്ക് നോക്കിയിട്ട് നമ്മൾ വഞ്ചിതരാകണ്ട. നമ്മൾ ഈമാൻ നോക്കണമെങ്കിൽ മുൻഗാമികളെ നോക്കുക, നമ്മൾ ഇബാദത്ത് നോക്കണമെങ്കിൽ മുൻഗാമികളെ നോക്കുക. അവരുടെ ഇബാദത്തും അവരുടെ തഖ്വയും അവരുടെ സൂക്ഷ്മതയും അവരുടെ ഇടപെടലിന്റെ മഹത്വമൊക്കെ കാണുമ്പോൾ പടച്ചോനെ, ഞാനൊക്കെ ഇനി എത്രത്തോളം എഡിറ്റ് ചെയ്യാനുണ്ട്, എത്രത്തോളം ഉഷാറാക്കാനുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും നമ്മളങ്ങനെ ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്തു പോകുന്ന നല്ല സാഹചര്യങ്ങൾ ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തത്, നമ്മൾ മുഹറം മാസത്തിലാണുള്ളത്. മുഹറം മാസം എന്ന് പറഞ്ഞാൽ പവിത്രമാക്കപ്പെട്ട മാസമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ സൂറത്ത് തൗബയിലെ 36-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ വാചകാണ്, ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറും. അള്ളാഹു ആകാശഭൂമികൾ സൃഷ്ടിക്കുമ്പോ തന്നെ അള്ളാഹ് രേഖപ്പെടുത്തി വെച്ച സംഗതിയാണ് 12 മാസങ്ങളാണ്. ആ 12 മാസങ്ങളിൽ 4 മാസം എന്ന് പറഞ്ഞാൽ പവിത്രമാക്കപ്പെട്ട മാസങ്ങളാണ്. ഏതൊക്കെയാണ്? ഒന്ന് മുഹറമാണ്, റജബാണ്, ദുൽഖഅദയാണ്, ദുൽഹിജ്ജയാണ്. ആ ഒന്നാമത് എണ്ണിയ മാസം മുഹറം,
അത് പവിത്രതയുള്ള ദീൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രത കൽപ്പിച്ച മാസമാണ്. അതിന് പവിത്രത ഉണ്ട്. അള്ളാഹു ഒരു കാര്യത്തിന്, ഒരു സ്ഥലത്തിന്, ഒരു കാലത്തിന്, ഒരു മാസത്തിന്, ഒരു ദിവസത്തിന് പവിത്രത കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ പവിത്രത അതുപോലെ ഉൾക്കൊള്ളുക എന്നുള്ളത് വിശ്വാസികളായ നമ്മുടെ ബാധ്യതയാണ്. അത് നമ്മുടെ ഈമാനിന്റെ അല്ല, നമ്മുടെ തഖ്വയുടെ ഭാഗമായിട്ടാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? ഷഹ്റുല്ലാഹിൽ മുഹറം, മുഹറം മാസത്തിലെ നോമ്പാണ്. മനസ്സിലായോ? എന്താ മുഹറം 9ഉം 10ഉം നമ്മളൊക്കെ നോമ്പെടുക്കാൻ കാത്തിരിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇത്രയും മഹത്വമുള്ള ഒരുപാട് ഹദീസുകളിൽ അതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അതിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. എന്നാൽ പലപ്പോഴും നമ്മുടെ നാടുകളിൽ ഉണ്ടാകുന്ന ചില അബദ്ധധാരണകൾ പലപ്പോഴും കടന്നു വരാറുണ്ട്. മുഹറം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആദ്യത്തെ 10 ദിവസങ്ങൾ എന്നുള്ളത്, മുഹറമിലെ ആദ്യത്തെ 10 ദിവസം നഹ്സായി കാണുന്ന അവസ്ഥ, ദുശകനമായി കാണുന്ന അവസ്ഥ. അന്ന് കല്യാണം വെക്കൂല, അന്ന് പുതിയ വീടിന്റെ വീടുകൂടൽ ഉണ്ടാക്കൂല, അന്ന് പുതിയ ഒരു കച്ചവടം, ഒരു സംരംഭം തുടങ്ങൂല. അത് 10 അങ്ങോട്ട് കഴിയട്ടെ, മുഹറം 10 അങ്ങോട്ട് കഴിയട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നഹ്സ് എന്നുള്ളത് ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഗതിയെ പറഞ്ഞിട്ടില്ല. അത് പലപ്പോഴും നമ്മുടെ നാടുകളിലേക്ക് ഷിയാക്കളിൽ നിന്ന് കടന്നു വന്ന സംഗതിയാണ്. ദുശകുനം നോക്കുക, ഇന്ന ദിവസം ശരിയല്ല, 13 നമ്പർ അത് ശരിയല്ല, അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഒരു ചൊഗ്ഗില്ലാത്ത ദിവസമാണ്. നമ്മൾ യാത്ര പോകുമ്പോ ഒരു പൂച്ച കുറുകെ ചാടിയാൽ ആ യാത്ര ശരിയല്ല, ഇനി പോകാൻ പറ്റൂല, ബാക്കിന്ന് വിളിക്കാൻ പറ്റൂല. ഒരു യാത്രക്ക് പുറത്തേക്ക് പോണ സമയത്ത് ബാക്കിന്ന് വിളിച്ചാൽ അത് ദുശകുനമാണ്. ഇതൊക്കെ പലപ്പോഴും ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പല അബദ്ധധാരണകളുണ്ട്. എന്നാൽ ഒരിക്കലും ഇസ്ലാം അങ്ങനെയുള്ള ഒരു സംഗതിയും പരിചയപ്പെടുത്തി. അതാ ഇസ്ലാമിന്റെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് നിങ്ങൾ നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ അള്ളാഹ് പറഞ്ഞിരിക്കുന്നു, ഖുദുസിയ ഹദീസിലുള്ളതാണ്, യുദീനി ഇബ്നു ആദം, ആദമിന്റെ സന്തതി എന്നെ ഉപദ്രവിക്കുകയാണ്, എന്നെ പ്രയാസപ്പെടുത്തുകയാണ്. എന്നിട്ട് എങ്ങനെ ഉപദ്രവിക്കണം? അള്ളാഹു പറയാണ്, യസുബുദ്ദഹ്ർ, അവന് കാലത്തെ കുറ്റം പറയും. ആ കാലം ശരിയല്ല, ഈ കാലം ശരിയല്ല, മുഹറമിൽ ആദ്യത്തെ 10 ദുശകുനാണ്, അത് ശരിയല്ല, ഇന്ന ദിവസം ശരിയല്ല, ഇന്റെ സമയം ശരിയല്ല, അല്ലെ? നമ്മളൊക്കെ പറയണ നമ്മുടെ നാവുകളിലൊക്കെ കടന്നു വരുന്ന സംഗതിയാണ്. പാടില്ല, അത് അള്ളാനെ ഉപദ്രവിക്കലാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, വ അനദ്ദഹർ, നിങ്ങൾ അറിയണം, കാലം എന്ന് പറഞ്ഞാൽ ഞാനാണ്, ബിയദിൽ അംർ, എന്റെ കയ്യിലാണ് കാര്യങ്ങളുള്ളത്, ഉഖല്ലിബുൽ ലൈല വന്നഹാർ, ഞാനാണ് രാത്രിയെയും പകലിനെയും മാറ്റി മാറ്റി കൊണ്ടുവരുന്നവൻ. മനസ്സിലായോ? ജാഹിലിയ കാലഘട്ടത്തിൽ തീറത്ത് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. പക്ഷിയെ പറത്തി അവര് ശകുനം നോക്കും. വലതുഭാഗത്തേക്ക് പക്ഷി പറന്നാൽ യാത്ര പോകും, ഇടതുഭാഗത്തേക്ക് പറഞ്ഞാൽ യാത്ര പോകൂല. അതൊന്നും പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയ സംഗതിയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും, അതും പ്രത്യേകിച്ച് പവിത്രമാക്കപ്പെട്ട ഒരു മാസം, ആ പവിത്രമാക്കപ്പെട്ട
മാസത്തിൽ ഇത് ദുശകുനമാണെന്ന് പരിചയപ്പെടുത്തുമ്പോ എത്ര ഗൗരവമുള്ള സംഗതിയാണ്. അന്ന് നമ്മള് ഏത് കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമുക്ക് ചെയ്യാം. അത് കല്യാണം വെക്കുകയാണെന്നുള്ള സംഗതിയാണെന്നുണ്ടെങ്കിലും, അത് വീട് കൂടലാണെന്നുണ്ടെങ്കിലും, അതിനൊക്കെ ഇന്ന സമയം അത് ശരിയല്ല, ഇന്ന സമയം അത് ഒരു നല്ല കാലമല്ല എന്നുള്ളതൊക്കെ പലപ്പോഴും അമുസ്ലിങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള സംഗതികൾ പലപ്പോഴും നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കൊരു വിശ്വാസമുണ്ട്. നമ്മുടെ വിശ്വാസം അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്നുള്ളതാകണം. നമ്മുടെ വിശ്വാസം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പ്രകാരമാകണം. നമ്മുടെ വിശ്വാസം മഹാന്മാരായ സഹാബത്ത് വിശ്വസിച്ചത് പ്രകാരമാകണം. അത് സേഫാണ്, അത് സേഫായ വിശ്വാസമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ബഖറയിൽ അല്ലാഹ് പറഞ്ഞത് ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ഫഖദ് ഇഹ്തദൗ. സഹാബത്തെ, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവര് വിശ്വസിച്ച അവര് ഹിദായത്തിലാകും. അപ്പൊ നമ്മുടെ വിശ്വാസം ശരിയാകണമെങ്കിൽ സഹാബത്ത് വിശ്വസിക്കുന്നത് പോലെ നമ്മൾ വിശ്വസിക്കണം. അവരെങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അള്ളാന്റെ ഖുർആനിലെങ്ങളുണ്ടോ? ഇല്ല. പിന്നെ എവിടുന്നാ കിട്ടിയത്? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് അതുപോലെ വിശ്വസിച്ച് അത് കലണ്ടറുകളിൽ കണ്ടാൽ അതുപോലെ ഫോളോ ചെയ്യേണ്ട ആളുകളല്ല നമ്മൾ. ഇത് പവിത്രമാക്കപ്പെട്ട മാസമാണ്, ഇത് ശകുനമാക്കപ്പെട്ട മാസമല്ല. അതുകൊണ്ട് അള്ളാന്റെ ഖൗലെടുക്കിങ്ങള് തെറ്റിദ്ധരിച്ച ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മൾ അള്ളാഹുവിന്റെ ഖുർആൻ അത് നെഞ്ചോട് ചേർക്കുക. നമ്മുടെ പ്രമാണം അതാണ്. ഇൻഷാ അല്ലാഹ് ആ വിഷയം നമുക്കൊന്ന് വിശദമായി, നമ്മുടെ പ്രമാണം എത്രത്തോളം നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളത് നമ്മുടെ